Today we are going to see theories of change, that is from joint to nuclear. The structure of family has been changing due to the impact of economic, cultural and political change. The structure of family, ഫാമിലിയുടെ ഘടന എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ കുറേ കാരണങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക്, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്. അപ്പോൾ സൊസൈറ്റിയിൽ വരുന്ന എക്കണോമിക്, കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റ് മൂലമാണ് സ്ട്രക്ചർ ഓഫ് ഫാമിലിയിലും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. The structure of family has been changing due to the impact of economic, cultural and political changes. Different theorists have tried to explain the changes taking place. Evolutionary theories see changes from large size family to conjugal family. അപ്പോൾ ഡിഫറെൻറ്റ് തിയറീസ് ഹാവ് ട്രൈഡ് ടു എക്സ്പ്ലെയിൻ. ഈ ചേഞ്ചസിൻ്റെ കാരണങ്ങൾ പല തിയറിസ്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ എവല്യൂഷണറി തിയറി ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് ചേഞ്ചസിനെ എക്സ്പ്ലെയിൻ ചെയ്യണത്. എവല്യൂഷണറി തിയറീസ് അതിൽ പറയുന്ന എവല്യൂഷണറീസ് തിയറീസ് സീ ചേഞ്ചസ് ഫ്രം ലാർജ് സൈസ് ഫാമിലി ടു കോഞ്ചുഗൽ ഫാമിലി. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഫാമിലി എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലീസ് ആയിരുന്നു, വളരെ വലിയ സൈസിലുള്ളതായിരുന്നു. അതിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ കോഞ്ചുഗൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ഫോം ചെയ്ത്. അപ്പോൾ ആ ചേഞ്ചസിൻ്റെ ആണ് എവല്യൂഷണറി തിയറിസ്റ്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡിഫറെൻറ്റ് തിയറിസ്റ്റ് ഹാവ് ട്രൈ ടു എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ്. എവല്യൂഷണറി തിയറീസ് സീ ചേഞ്ചസ് ഫ്രം ലാർജ് സൈസ് ഫാമിലി ടു കോഞ്ചുഗൽ ഫാമിലി. Nuclearization theory uses the evolutionary framework to explain the emergence of nuclear family. ഇനി വേറൊരു തിയറിയാണ് ന്യൂക്ലിയറൈസേഷൻ തിയറി. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണത് നേരെ തിരിച്ചാണ്. അതായത് ഫ്രെയിംവർക്ക് ടു എക്സ്പ്ലെയിൻ ദ എമർജൻസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാകാനായിട്ടുള്ള ആ കാരണങ്ങൾ, എവല്യൂഷണറി തിയറിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ആ ഷിഫ്റ്റിൻ്റെ കാരണങ്ങളാണ് ന്യൂക്ലിയറൈസേഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ന്യൂക്ലിയറൈസേഷൻ തിയറി യൂസസ് ദ എവല്യൂഷണറി ഫ്രെയിംവർക്ക് ടു എക്സ്പ്ലെയിൻ ദ എമർജൻസി ഓഫ് ന്യൂക്ലിയർ ഫാമിലി. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ, ദ എവല്യൂഷണറി പ്ലെയിൻ ഫെയിൽസ് ടു ഡിസ്ക്രൈബ് ദ ഡൈനാമിക് ഓഫ് ചേഞ്ച് ആൻഡ് ഹെൻസ് എ continuum is used to explain the joint and nuclear as different stages in the development cycle. അപ്പോൾ ഇന്ത്യയിൽ ഒരു എപ്പോഴും ഇങ്ങനെ എവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, അതായത് ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയറിലേക്ക് മാത്രം എന്നുള്ള ആ കാര്യത്തിൽ അത്ര സ്ട്രെസ് ചെയ്യണില്ല. സോ ഹെൻസ് എ കണ്ടിന്യൂം ഈസ് യൂസ്ഡ്. പലപ്പോഴും ന്യൂക്ലിയർ ആയിട്ട് വീണ്ടും അത് ജോയിന്റിലേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഒരു സൈക്ലിക് ഫോമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ, ദ എവല്യൂഷണറി പ്ലെയിൻ fails to describe the dynamic of change and hence a continuum is used to explain the joint and nuclear as different stages in the development cycle. Development cycle ന്റെ different stages ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റും, ന്യൂക്ലിയറും ആസ് വെൽ ആസ് ജോയിന്റ് ഫാമിലി. ഇനി എവല്യൂഷണറി തിയറീസ് എന്താണ് പറയുന്നത് നോക്കാം. എവല്യൂഷണറി തിയറി ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഫാമിലി സ്ട്രക്ചർ വാസ് സംഡ് അപ്പ് ദ വർക്ക് ഓഫ് ഏൻഷ്യൻറ്റ് ലോ. മെയിൻ്റെ ഏൻഷ്യൻറ്റ് ലോ എന്ന ബുക്കിലാണ് എവല്യൂഷണറി തിയറിയെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. വേർ ഹി ആർഗ്യൂഡ് ഫോർ ചേഞ്ച് ഫ്രം സ്റ്റാറ്റസ് ടു കോൺട്രാക്ട്. ദ ട്രാൻസിഷൻ ഫ്രം സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് വാസ് വിഷ്വലൈസ്ഡ് ആസ് എ ഷിഫ്റ്റ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. അപ്പം ദ ട്രാൻസിഷൻ ഫ്രം സ്റ്റാറ്റസ് ടു കോൺട്രാക്ട്, സ്റ്റാറ്റസിൽ നിന്ന് കോൺട്രാക്റ്റിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റിംഗ്, അതാണ് മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയത്. സെൻറ്റേർഡ് ഓൺ ഫാമിലി ആൻഡ് കിൻ. ദാറ്റ് ഈസ് സ്റ്റാറ്റസ് ഓറിയേഷൻ ആണ് ഫാമിലി എങ്കിൽ, കിൻ ഇൻഡിവിജ്വൽ ഓറിയേഷൻ, കൺട്രോൾ ഓറിയന്റേഷനിൽ വരും. എവല്യൂഷൻ ഫ്രം സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് വാസ് used by many thinkers to explain the emergence of nuclear family. ഇങ്ങനെ എവല്യൂഷൻ ഫ്രം സ്റ്റാറ്റസ് ടു കോൺട്രാക്ട്, സ്റ്റാറ്റസ് എന്ന കോൺട്രാക്റ്റിലേക്കുള്ള ആ പരിണാമം വാസ് യൂസ്ഡ് ബൈ മെനി തിങ്കേഴ്സ് ടു എക്സ്പ്ലെയിൻ ദ എമർജൻസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലി. അപ്പോൾ അവർ ന്യൂക്ലിയർ ഫാമിലീൻ്റെ
ആ ആരംഭത്തിന്റെ കാരണം ഇതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ദ ജോയിന്റ് ഫാമിലി ബേസ്ഡ് ഓൺ കിൻ റിലേഷൻ ഗേവ് വേ ടു കോഞ്ചുഗൽ ഓർ ന്യൂക്ലിയർ ഫാമിലി. അപ്പം ആദ്യം ജോയിന്റ് ഫാമിലി ആയിരുന്നു, ബേസ്ഡ് ഓൺ കിൻ റിലേഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ജോയിന്റ് ഫാമിലി ആയിരുന്നു. അത് ഗേവ് വേ ടു കോഞ്ചുഗൽ ഓർ ന്യൂക്ലിയർ ഫാമിലി. അതിന്റെ സ്ഥാനത്തേക്ക് കോഞ്ചുഗൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള ചെറിയ ഫാമിലി രൂപം പ്രത്യക്ഷപ്പെട്ടു. എ ജനറൽ തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ വാസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ന്യൂക്ലിയർ ഫാമിലി. എ ജനറൽ തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. അപ്പോൾ സോഷ്യൽ എവല്യൂഷൻ്റെ ഒരു ജനറൽ തിയറി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ജോയിന്റ് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറ്റപ്പെട്ടതെന്ന്. സ്ട്രക്ചർ ഡിഫറൻസിയേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ എവല്യൂഷൻ ഓഫ് സൊസൈറ്റിയുടെ പരിണാമ പ്രക്രിയയിൽ സ്ട്രക്ചർ ഡിഫറൻഷിയേഷൻ ഓൾസോ ഈസ് എ process. As a result, a number of new social institutions emerged. അപ്പൊ ഇതിന്റെ പ്രക്രിയയായിട്ട്, അപ്പൊ പരിണാമ പ്രക്രിയയുടെ ഭാഗമായിട്ട് എ നമ്പർ ഓഫ് ന്യൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എമർജ്ഡ്, ഈച്ച് സ്പെഷ്യലൈസിങ് ഇൻ എ റോൾ. ഓരോ റോളിലും വേറെ ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഒത്തിരി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ജോയിന്റ് ഫാമിലി എന്നുള്ള ആവശ്യം കുറഞ്ഞ് അത് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറ്റപ്പെട്ടു. മെനി ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ ട്രഡീഷണൽ ഫാമിലി ഹാവ് ബീൻ ടേക്കൺ ഓവർ ബൈ ന്യൂ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് സ്കൂൾ, കോളേജസ്, വർക്ക് പ്ലേസസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഇൻ ദീസ് കണ്ടീഷൻസ്. അപ്പം ഈ ട്രാൻസ്മിഷൻ പീരീഡിൽ പുരാതന കാലത്ത് നിന്ന് ആധുനിക യുഗത്തിലേക്കുള്ള ഈ വളർച്ചയുടെ ഇടയിൽ ഒത്തിരി പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സമാജത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. അതെല്ലാം ഓരോ സ്പെഷ്യലൈസ്ഡ് റോള് ചെയ്യാൻ തുടങ്ങി. നേരത്തെ ആണെങ്കിൽ ജോയിന്റ് ഫാമിലിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികൾക്ക് വേണ്ട തൊഴിലിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാലും ചികിത്സ അവിടെ തന്നെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം, അങ്ങനെ പല കാര്യങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സമാജം കൂടുതൽ സൊസൈറ്റി കൂടുതൽ പ്രഗതിയിലേക്ക് വന്നപ്പോൾ അവിടെ ഇതിനൊക്കെ ഓരോ കാര്യത്തിനും ഓരോ സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ച്, അപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിച്ച്, അപ്പോൾ അതോടുകൂടി ജോയിന്റ് ഫാമിലിയിലെ ഫങ്ഷൻസ് അങ്ങ് കുറഞ്ഞ്, എന്നിട്ട് അത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റെടുത്ത് അതിൻ്റെ ഫലമായിട്ടാണ് ന്യൂക്ലിയർ ഫാമിലി ഫോം ചെയ്തത്. ദിസ് ഹാസ് എയ്ഡഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയർ ഫാമിലീസ്. അപ്പം ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വളർച്ച ന്യൂക്ലിയർ ഫാമിലിയുടെ ഫോർമേഷന് ഒരു സഹായകം ആയ ഘടകമാണ്. തിയറി ഓഫ് ന്യൂക്ലിയറൈസേഷൻ ഫ്രം ജോയിന്റ് ടു ന്യൂക്ലിയർ. ഇനി തിയറി ഓഫ് ന്യൂക്ലിയറൈസേഷൻ, അത് ജോയിന്റ് ടു ന്യൂക്ലിയറിലേക്ക് പോയ ആ തിയറി. ദ ജെനീസ് ഓഫ് ഫാമിലി ന്യൂക്ലിയറൈസേഷൻ തിയറീസ് മേ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ സ്റ്റാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രീരിയൽ റെവല്യൂഷൻ്റെ വ്യവസായ വിപ്ലവത്തിന്റെ ആരംഭത്തോടു കൂടിയാണ് ഇങ്ങനത്തെയുള്ള ഒരു ചേഞ്ചസ് വന്നു തുടങ്ങിയത്. വെൻ ദ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ ഇമ്പാക്റ്റഡ് ദ സ്ട്രക്ചർ ഓഫ് ഫാമിലി. മോഡേണൈസേഷന്റെ ആധുനികവൽക്കരണം സൊസൈറ്റിയുടെ, അത് ഈ സ്ട്രക്ചർ ഓഫ് ഫാമിലിയിലും വളരെ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ച്. ന്യൂക്ലിയറൈസേഷൻ ഓഫ് ദ ഫാമിലി ഈസ് കൺസിഡേർഡ് ആസ് ദ ഔട്ട്കം ഓഫ് ഹിസ് ഇമ്പാക്റ്റ്. അപ്പം ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതുപോലെ മോഡേണൈസേഷൻ, അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് മൂലം ന്യൂക്ലിയറൈസേഷൻ ഓഫ് ദ ഫാമിലി become a main part in the society. അപ്പോൾ ന്യൂക്ലിയറൈസേഷൻ ഓഫ് ദ ഫാമിലി ഈസ് കൺസിഡേർഡ് ആസ് ദ ഔട്ട്കം ഓഫ് ഇറ്റ്സ് ഇമ്പാക്ട്. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെയും അതുപോലെ മോഡേണൈസേഷൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് ആയിട്ടാണ് ന്യൂക്ലിയർ ഫാമിലി ഉടലെടുത്തത്. സച്ച് ആൻ ഇന്റർപ്രിറ്റേഷൻ presupposes existence of non-nuclear family. Industrialization and urbanization has altered traditional family institution, which was described as joint, and led to formation of single conjugal family labeled as nuclear family. Many sociologists argued that industrialization, urbanization, spatial and social mobility, individualism, and the increase of women's education and position having resulted in significant changes in family structure. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഏതൊക്കെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, സ്പാറ്റിയൽ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി, പിന്നെ ഇൻഡിവിജ്വലിസം, അതുപോലെ വുമൻസ് എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഫാമിലി സ്ട്രക്ചറിന് ചേഞ്ച് ചെയ്യാൻ സഹായിച്ച ഘടകങ്ങളാണ്. അക്കോർഡിംഗ് ടു ടാൽക്കട്ട് പേഴ്സൺ, ദ
Emergence of modern industrial society led to the growth of isolated nuclear family. അപ്പോൾ എമർജൻസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി, ആധുനിക വ്യവസായ സമൂഹത്തിലെ സമൂഹത്തിൻ്റെ ഒരു സമൂഹമാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട ന്യൂക്ലിയർ ഫാമിലിനെ സൃഷ്ടിച്ചതാണ് പറയപ്പെടുന്നത്. അത് ടാൽക്കട്ട് പേഴ്സന്റെ അഭിപ്രായമാണ്. ഈ സ്ട്രക്ചറലി ഐസൊലേറ്റഡ്, അത് സ്ട്രക്ചറലി ഐസൊലേറ്റഡ് ആണ്. അതായത് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും കുട്ടികളും മാത്രം, ചിലപ്പോൾ കുട്ടികളില്ലായിരിക്കും, മാതാപിതാക്കൾ മാത്രം, ഇപ്പോൾ പാരൻസ് മാത്രം, അങ്ങനെയുള്ള ഒരു മെൻ ആൻഡ് വുമൺ മാത്രം മാരീഡ്, അതല്ലെങ്കിൽ അവരുടെ കുട്ടികളും കൂടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ഫാമിലിയിലേക്ക് രൂപാന്തരപ്പെട്ട് പണ്ടത്തെ ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ജോയിന്റ് ഫാമിലി. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജോലിക്കായിട്ട് പുറത്തു പോകേണ്ടിയിട്ട് വന്ന്, അപ്പോൾ അതുപോലെ ഒത്തിരി ചാൻസസ് എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വളരെ വളരെ ഹോസ്പിറ്റലൈസേഷൻ, അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേക ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സൗകര്യങ്ങൾ കൂടി. അപ്പോൾ വീട്ടിൽ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ പാരൻസിനെയും കുട്ടികൾക്കും ഒക്കെ ജീവിക്കാന്നുള്ളൊരവസ്ഥ വന്ന്. അപ്പോൾ അങ്ങനെ സ്ട്രക്ചറലി ഐസൊലേറ്റഡ്, ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ ലാർജർ കിൻഷിപ്പ് നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഫാമിലി തന്നെ ലാർജർ കിൻഷിപ്പിന്റെ നെറ്റ്വർക്കിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലീസ് ഫോം ചെയ്ത്. Good agrees with persons that rising industrialization is weakening extended family and kinship networks. അപ്പോൾ ഗുഡ് എന്ന് പറഞ്ഞാൽ സോഷ്യോളജിസ്റ്റ് എഗ്രി വിത്ത് പാഴ്സന്റെ ഈ തത്വത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഗുഡ്. അപ്പോൾ ദാറ്റ് റൈസിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് വീക്കനിങ് എക്സ്റ്റെൻഡഡ് ഫാമിലി ആൻഡ് കിൻഷിപ്പ് നെറ്റ്വർക്ക്സ്. എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ ആ ബന്ധത്തിനെ തകർത്തതും ചെറുതാക്കിയതും വീക്കൻ ചെയ്തതും ഒക്കെ, അതുപോലെ അതിലൂടെയുള്ള കിൻഷിപ്പ് നെറ്റ്വർക്കിനെ ക്ഷീണിപ്പിച്ചത് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ആണെന്ന് ഗുഡും സമ്മതിച്ചു. ഹി ഡസ് നോട്ട് ഹവർ ബിലീവ് ദാറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് എക്സ്റ്റെൻഡഡ് ഫാമിലി ടൈസ്. പക്ഷെ അദ്ദേഹം ഹി ഡസ് നോട്ട് ഹവർ ബിലീവ് ദാറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് അദ്ദേഹം ഒരിക്കലും സമ്മതിക്കണില്ല. അത് ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. ബട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് നോട്ട് ദ റൂട്ട് കോസ് ഓഫ് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നുള്ള ഒപ്പീനിയൻ ആയിരുന്നു ഗുഡിനുള്ളത്. ദ മൂവ് ടു ഇൻഡസ്ട്രീരിയൽ ഫാമിലി ഹാസ് ബീൻ ഫാർ ഫാസ്റ്റർ ദാൻ പ്രൊജക്റ്റഡ് ബൈ ഡിഗ്രി ഓഫ് മോഡേണൈസേഷൻ. അപ്പോൾ ഈ ഇൻഡസ്ട്രീരിയൽ ഫാമിലി അതിന്റെ ഇംപ്രൂവ്മെന്റ് വളരെ ഫാസ്റ്റിലായിരുന്നു. ഗുഡ് ആർഗ്യൂസ് ദാറ്റ് ദ ന്യൂക്ലിയർ ഫാമിലീസ് ഫിലോസഫി ഈസ് വാട്ട് ഹാസ് എയ്ഡഡ് ഇറ്റ്സ് spread, particularly in developing countries. This is due to the high regard with which Western lifestyle and values are held in many of these emerging countries. അടുത്ത വ്യക്തി ഈഗിൾസ്. According to Eagles, there was no family during the early days of communism and promiscuity descended dominant. With the development of private property and state institutions, the monogamous nuclear family developed. With the development of private property ഡെവലപ്മെന്റും ആൻഡ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡെവലപ്മെന്റും ഒക്കെ ഈ ന്യൂക്ലിയർ ഫാമിലി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തെന്നാണ് ഏഞ്ചൽസിന്റെ അഭിപ്രായം. ദ എമർജൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി റിക്വയർഡ് ഇറ്റ്സ് ട്രാൻസ്ഫർ ടു ലീഗൽ ഹെയർസ് ടു കൺട്രോൾ ഫീമെയിൽ സെക്ഷുവാലിറ്റി ആൻഡ് assure legitimacy progeny. The monogamous nuclear family evolved. Next, joint nuclear continuum. In contrast to the theory of nuclearization theory, sociologists in India have argued that the nuclear and joint family system in India has to be seen on a continuum. അപ്പോൾ joint nuclear continuum അനുസരിച്ച് കോൺട്രാസ്റ്റ് to the theory of nuclearization theory. Nuclearization theoryക്ക് എതിരായിട്ട് സോഷ്യോളജിസ്റ്റ് ഇൻ ഇന്ത്യ ഹാവ് ആർഗ്യൂഡ്. ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റ് ആർഗ്യൂ ചെയ്ത അവരുടെ വാദം ഇങ്ങനെയായിരുന്നു, that the nuclear and the joint family system in India has to be seen
ഓൺ എ കണ്ടിന്യൂ. ഇത് ഒന്ന് വേറെ ഒന്നായിട്ട് പരിണമിച്ച് അവിടെ തന്നെ നിൽക്കുകയല്ല. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയറിലേക്കും അതുപോലെ ന്യൂക്ലിയറിൽ നിന്ന് ജോയിന്റ് ഫാമിലിയിലേക്കുള്ള ആ അങ്ങനെ ഒരു മാറ്റമാണ് ഇവിടെ ശരിക്കും നടക്കണം. അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ജോയിന്റ് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി ജോയിന്റ് ഫാമിലി ആയിട്ട് മാറ്റപ്പെടുക അല്ല ചെയ്തത്. ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് പിന്നീട് വീണ്ടും തിരിഞ്ഞ് പഴയതിലേക്ക് അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ ഉള്ളതെന്ന അഭിപ്രായമാണെന്ന്. ഇനി അതാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്, ജോയിന്റ് ന്യൂക്ലിയർ കണ്ടിന്യൂം. കബാഡിയ in 1972 has highlighted the fact that families who have moved to cities maintain their ties to their joint family in the village or town. They do not function as an isolated or completely separated unit in the city. അപ്പോൾ കബാഡിയയിലെ അഭിപ്രായത്തിൽ ജോയിന്റ് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട്. ജോയിന്റ് ഫാമിലിയിൽ നിന്ന് കുറേ പേര് മാറിയിട്ട് സിറ്റിയിൽ താമസമാക്കി. അങ്ങനെ ന്യൂക്ലിയർ ഫാമിലി അവിടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിട്ടില്ലെന്ന്. ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ടൗണിലേക്ക് കുറച്ച് നാളത്തേക്ക് മാറി, പക്ഷെ അവരെപ്പോഴും ബന്ധങ്ങൾ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ജോയിന്റ് ഫാമിലി ആയിട്ട്. ദേ ഡു നോട്ട് ഫങ്ഷൻ ആസ് ആൻ ഐസൊലേറ്റഡ് ഓർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് യൂണിറ്റ് ഇൻ ദ സിറ്റി. സിറ്റിയിലെ ഒരു കംപ്ലീറ്റ് ഐസൊലേറ്റഡ് യൂണിറ്റ് ആയിട്ടല്ല അവർ പ്രവർത്തിക്കണം. ദേ ഡു നോട്ട് ഫങ്ഷൻ ആസ് ആൻ ഐസൊലേറ്റഡ് ഓർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് യൂണിറ്റ് ഇൻ ദ സിറ്റി ഈവൻ ആഫ്റ്റർ ദേ റെസിഡൻഷ്യലി സെപ്പറേറ്റ് themselves from a joint family and form a nuclear family. ജോയിന്റ് ഫാമിലിയിൽ നിന്ന് മാറി ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് അവർ മാറ്റി നഗരപ്രാന്തത്തിലേക്ക് താമസം മാറ്റിയെങ്കിലും അവർ ആ പഴയ ബന്ധങ്ങളും ആ സ്നേഹബന്ധങ്ങളും അതുപോലെ ബ്ലഡ് റിലേഷൻസ് ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. അതങ്ങനെ ഉപേക്ഷിക്കാനും പറ്റില്ല. ദേ ഡു നോട്ട് ഫങ്ഷൻ ആസ് ആൻ ഐസൊലേറ്റഡ് ഓർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് യൂണിറ്റ് ഇൻ ദ സിറ്റി. അതുകൊണ്ട് തന്നെ അവർ ഐസൊലേറ്റഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് യൂണിറ്റ് ഇൻ ദ സിറ്റി അല്ല. അവരിപ്പോഴും മെമ്പേഴ്സ് ഓഫ് ദ ജോയിന്റ് ഫാമിലി തന്നെയാണ്. തൽക്കാല താമസം അവിടെയാണെങ്കിലും പൂർവികരുമായിട്ട് അവർക്ക് എപ്പോഴും ബന്ധം ഉണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് കബാഡിയ. ദ കിൻഷിപ്പ് ഓറിയന്റേഷൻ ആൻഡ് ജോയിന്റ് ഫാമിലി എത്തിക് ആർ റീറ്റെയിൻഡ് ഇൻ ദീസ് ഫാമിലീസ്. അപ്പൊ ഈ ഫാമിലീസിൽ കിൻഷിപ്പ് ഓറിയന്റേഷനും ജോയിന്റ് ഫാമിലി എത്തിക്കും എല്ലാം അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ഫാമിലി അറ്റ് സ്പെസിഫിക് ഇവന്റ്സ് സച്ച് ആസ് ബർത്ത്, മാരേജ്, ഡെത്ത്, ഇൽനെസ് ആൻഡ് സോ ഓൺ ഡെമോൺസ്ട്രേറ്റ് ദിസ്. പ്രത്യേക ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണമായിട്ട് അല്ലെങ്കിൽ മരണം സംബന്ധിച്ച് അല്ലെങ്കിൽ ആർക്കെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് തറവാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അകലത്തിൽ പോയി താമസിക്കുന്ന ഈ ന്യൂക്ലിയർ ഫാമിലി മെമ്പേഴ്സ് തങ്ങളുടെ പഴയ തറവാട്ടിലേക്ക് വരാറുണ്ട്, അവരായിട്ട് ബന്ധം സ്ഥാപിക്കാറുണ്ട്. സംടൈംസ് മെമ്പേഴ്സ് ഓഫ് സിറ്റി ഫാമിലീസ് ട്രാവൽ ടു ദ വില്ലേജ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് സെലിബ്രേഷൻസ് ആൻഡ് സംടൈംസ് members of the rural families journey to the city to participate in the functions, ceremonies and activities of their kin. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പോകുന്നുണ്ട്. ഇപ്പൊ തറവാട്ടിലുള്ള കാർന്നവന്മാര് ചിലപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിൽ താമസിക്കുന്ന തങ്ങളുടെ മക്കളെ വിസിറ്റ് ചെയ്യാൻ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പോകാറുണ്ട്. അതല്ലെങ്കിൽ എല്ലാവരും കൂടി തറവാട്ടില് ട്രഡീഷണൽ ജോയിന്റ് ഫാമിലിയിലേക്ക് വന്ന് കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു പരിസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇൻ ദ പെർഫോമൻസ് ഓഫ് പർട്ടിക്കുലർ റോൾസ് ദ ജോയിന്റ് ഫാമിലി എത്തിക് ഈസ് ക്വൈറ്റ് ക്ലിയർ. അപ്പൊ ഇവിടെയൊക്കെ ചില പെർഫോമൻസിൽ നമുക്ക് പ്രത്യേകം എടുത്തു കാണാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ ജോയിന്റ് ഫാമിലിയുടെ കറക്റ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യേണ്ടത്. Kolenda, in her book Regional Difference in Family Structure in India, argued that joint family got strengthened due to industrialization. അപ്പം കൊലൻഡല അദ്ദേഹത്തിന്റെ ബുക്ക് റീജിയണൽ ഡിഫറൻസസ് ഇൻ ഫാമിലി സ്ട്രക്ചർ ഇൻ ഇന്ത്യ അതിൽ പറയുന്നത് ആർഗ്യൂഡ് ദാറ്റ് ജോയിന്റ് ഫാമിലി കോട്ട് സ്ട്രെങ്തൻഡ് ഡ്യൂ ടു ഇൻഡസ്ട്രിയലൈസേഷൻ മൂലം ജോയിന്റ് ഫാമിലി വീക്കനാകുകയല്ല ചെയ്തത്, അതിന് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത് എന്നുള്ള അഭിപ്രായമാണ് കൊലൻഡലയുടേത്. ഇൻ ജോയിന്റ് ഫാമിലി ദ എക്കണോമിക് കണ്ടീഷൻ ഹാസ് ടു ബി ഗുഡ് എനഫ് ടു സപ്പോർട്ട് ലാർജ് നമ്പേഴ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ജോയിന്റ് ഫാമിലിയിൽ the economic condition has to be good enough to support large numbers of its members.
Industrialization provided this as a more hands were needed in a new family enterprise in which kin helped one another in striving for upward mobility. അപ്പോൾ ഇവർ നേരത്തെ തന്നെ ജോയിൻറ്റ് ഫാമിലിയിൽ എല്ലാവർക്കും വേണ്ട ഒരു സപ്പോർട്ട്, എക്കണോമിക് സപ്പോർട്ട് അവിടെ കിട്ടിയിരുന്നു. എന്നാൽ ഇൻഡസ്ട്രിയലൈസേഷൻ മൂലം നല്ല നല്ല സ്ഥാനങ്ങളിൽ അവരുടെ മക്കൾ തന്നെ പോയി ജോലി ചെയ്യുമ്പോൾ അവരിൽ നിന്നുള്ളൊരു നല്ല സപ്പോർട്ട് പുറകിലേക്ക് ജോയിൻറ്റ് ഫാമിലിയിലേക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു നല്ല ജോയിൻറ്റ് ഫാമിലിക്ക് കൂടുതൽ സപ്പോർട്ടിന് ഇത് സഹായമാകുന്നുണ്ട് അവിടെയുള്ള മെമ്പേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം നശിച്ചു പോയെന്നോ അതല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്പ്ലിറ്റപ്പായി പോയെന്നോ പറയാൻ പറ്റില്ല. I.P. Desai, in his famous work, Some Aspects of Family in Mahua, points out that in Gujarat, a residentially nuclear group is embedded in social, cultural, and other non-social environments, which are not the same as those in the societies of the West. ഇനി ഓരോ സ്റ്റേറ്റിലും കുറേ വ്യത്യാസങ്ങളുണ്ട്. വെസ്റ്റിലുള്ള പോലെയല്ല. അപ്പോൾ ഗുജറാത്തിൽ റെസിഡൻഷ്യലി ന്യൂക്ലിയർ ഗ്രൂപ്പ് ഈസ് എംബഡഡ് ഇൻ എ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് അതർ നോൺ സോഷ്യൽ എൻവയറമെൻറ്റ്സ്. അപ്പോൾ അവർ ഐസൊലേറ്റഡ് ആയിട്ടല്ല, ഇങ്ങനെ പല കാര്യങ്ങളിലും അവർ ഒന്നിച്ച് ചേർന്ന ആ ഭാഗത്തുള്ളവർ പോകുന്നുണ്ട്. ഇനി M.N. Srinivas in his study of social change in India also rejects the theory of evolution from to nuclear family. അതുപോലെ M.N. Srinivas നമ്മുടെ ഇന്ത്യയിലെ ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹവും ഈ തിയറീനെ എതിർക്കുന്നുണ്ട്. എവല്യൂഷൻ ഫ്രം ന്യൂക്ലിയർ ടു ജോയിൻ ടു ന്യൂക്ലിയർ എന്നുള്ള ആ തിയറീനെ അദ്ദേഹം എവല്യൂഷൻ ഫ്രം ടു ന്യൂക്ലിയർ ഫാമിലി, അങ്ങനെയുള്ള ഒരു പരിണാമം ജോയിന്റ് ഫാമിലിയിൽ നിന്ന് പരിണമിച്ച് മറ്റൊന്നിലേക്ക് മാറ്റപ്പെട്ടെന്നുള്ളത് പൂർണ്ണമായിട്ടും അതിനെ അദ്ദേഹവും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹി സേസ് ഈവൻ ഫിഗേഴ്സ് ഓഫ് അർബൻ ഏരിയസ് ഷോസ് എ dwindling in size of the family, it does not mean that the joint family system is breaking down. കുറേ പേര് സിറ്റിയിൽ പോയി ന്യൂക്ലിയർ ഫാമിലീസ് ഫോം ചെയ്ത് അല്ലെങ്കിൽ വേറെ മാറി അവിടെ തന്നെയൊക്കെ താമസിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നോക്കാനുള്ള കഴിവ് വന്നപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും urban families are frequently not autonomous entities but limbs of bigger families situated elsewhere. Any crisis in the parent or offspring family will be faced as a common problem. Weddings, funerals and other ceremonies are usually celebrated in the parent's household. There is occasionally transference of persons from one family to other. അപ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ആവശ്യങ്ങൾക്ക് എപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അതുകൊണ്ട് ജോയിന്റ് ഫാമിലി സിസ്റ്റവും അതിലുള്ള എത്തിക്സും ഒക്കെ കംപ്ലീറ്റ്ലി പോയെന്ന് പറയാൻ പറ്റില്ല. ന്യൂക്ലിയർ ഫാമിലി ആ സമയത്തിൻ്റെ ഒരു ആവശ്യം അനുസരിച്ച് അങ്ങനെ ന്യൂക്ലിയർ ഫാമിലീസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെപ്പോഴും ജോയിന്റ് ഫാമിലി ആയിട്ട് ഒത്തു തന്നെയാണ് പോകുന്നതെന്ന്. A.M. Shah in his book Family in India questions the assumption the evolutionary theories suggested there was a breakdown of joint family to nuclear family. A.M. ഷായും ഇത് ജോയിന്റ് ഫാമിലിയിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായതാണ് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള തത്വത്തോടെ അദ്ദേഹവും യോജിക്കുന്നില്ല. ഹിസ് സ്റ്റഡി ഓഫ് ഫാമിലി ലൈഫ് ഇൻ ഗുജറാത്ത് വില്ലേജ് സജസ്റ്റഡ് ഫോർ റീഡിഫൈനിങ് ജോയിന്റ് ഫാമിലി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജോയിന്റ് ഫാമിലിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടത് ഒന്നും കൂടി വേറൊരു രീതിയിൽ ഒത്തിരി ഒരു മാറ്റത്തിൽ അതിനെ നിർവചിക്കേണ്ടതായിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഷാ, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ റാദർ ദാൻ ലീഡിങ് ടു ഡിക്ലൈൻ ലെഡ് ടു ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ ഹൗസ് ഹോൾഡ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ അതുപോലെ മോഡേണൈസേഷനും ഒരു ഡിക്ലൈൻ അല്ല അവിടെ ഉണ്ടാക്കിയത്. ഇതിന്റെ വീടുകളുടെ സൈസിനെ ഹൗസ് ഹോൾഡ്സ് ഒന്ന് വലുതാക്കിയെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആക്കിയിട്ട് ന്യൂക്ലിയർ ഫാമിലി ഫോം ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. Further, he asserts that though the number of nuclear family may have increased, yet the commitments to the values and norms of joint family prevails in both rural and അർബൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും റൂറലും അർബനിലും ഈ ജോയിന്റ് ഫാമിലി ന്യൂക്ലിയർ ഫാമിലി ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും ആ ജോയിന്റ് ഫാമിലിയുടെ നോംസ് ആൻഡ് വാല്യൂസ്
എപ്പോഴും അവിടെ നമുക്ക് ഈ അവിടെയുള്ള വ്യക്തികളിൽ കാണാൻ പറ്റും. അക്കോർഡിംഗ് ടു എ നമ്പർ ഓഫ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, ദ ഡൈനാമിക് ഓഫ് ഫാമിലി സ്ട്രക്ചർ കനോട്ട് ബി അണ്ടർസ്റ്റുഡ് വിത്ത് റെഫറൻസ് ടു ദ വെസ്റ്റേൺ ബൈനറീസ് ഓഫ് ജോയിന്റ് ആൻഡ് ന്യൂക്ലിയർ. വെസ്റ്റേൺ ബൈനറീസ് ഓഫ് ജോയിന്റ് ആൻഡ് ന്യൂക്ലിയർ പോലെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ കൾച്ചറിനെ നമുക്ക് അങ്ങനെ നിർവചിക്കാൻ പറ്റില്ല ഇവിടുത്തെ ഫാമിലി സിസ്റ്റത്തിന്. ഇൻസ്റ്റെഡ് ഡിസ്പൈറ്റ് പ്രോസസ് ഓഫ് ചേഞ്ച് ദ ടു കോ എക്സിസ്റ്റഡ് ആൻഡ് ദെയർഫോർ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ആസ് ജോയിന്റ് ന്യൂക്ലിയർ കണ്ടിന്യൂ. അതുകൊണ്ട് ഇവിടുത്തെ ആ പ്രത്യേക നമ്മുടെ ഇന്ത്യയിലെ ആ സിസ്റ്റം അനുസരിച്ച് ഇൻസ്റ്റെഡ് ഓഫ് പ്രോസസ് ഓഫ് ചേഞ്ചിന് പകരം ദ ടു കോ എക്സിസ്റ്റഡ്, അത് രണ്ടും പരസ്പരം എക്സിസ്റ്റ് ചെയ്യേണ്ടെന്ന്. ആൻഡ് ദെയർഫോർ എ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ആസ് ജോയിന്റ് ന്യൂക്ലിയർ കണ്ടിന്യൂ. അതുകൊണ്ട് ജോയിന്റ് ന്യൂക്ലിയർ കണ്ടിന്യൂത്തിൽ ഒരു ചേഞ്ച് അതിന്റെ സ്ട്രക്ചറിൽ കാണാമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മറ്റേതായിട്ട് മാറ്റപ്പെട്ടെന്ന് പറയുന്നത് ശരിയല്ല. ജോയിന്റ് ആൻഡ് ന്യൂക്ലിയർ families can be viewed as two stages on a cycles continuum. ഒന്നും മറ്റേതിൻ്റെ ഒരു സൈക്ലിക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അതായത് ജോയിന്റിൽ നിന്ന് മാറി ന്യൂക്ലിയർ ഫോം ചെയ്ത് ന്യൂക്ലിയറിലെ ആളുകൾ വലുതായി വീണ്ടും അവിടെ മാരേജ് ചെയ്ത് വരുമ്പോൾ അത് വീണ്ടും ജോയിൻ്റായി, പിന്നെ ജോയിന്റ് ഫാമിലി ചെറുതായി, അവിടെ അംഗങ്ങൾ കൂടുമ്പോൾ മാറി താമസിച്ച് അല്ലെങ്കിൽ അങ്ങനെ മാറി അതിൻ്റെ സൈസ് വീണ്ടും ചെറുതാകും, പിന്നെ അത് വലുതാവും. അപ്പൊ മരണം, ജനനം ഇതൊക്കെ ഇതിൽ വലുതാകാനും ചെറുതാകാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദീസ് ടു ഫോംസ് ആർ പാർട്ട് ഓഫ് എ ഡെവലപ്മെന്റൽ സൈക്കിൾ in terms of size, composition, role and status of individuals, family and society norms and punishments. The structure of family evolves over time. സ്ട്രക്ചറിന്റെ ഫാമിലിയുടെ സ്ട്രക്ചർ എപ്പോഴും ഇങ്ങനെ മാറി മാറി നിലനിന്നുകൊണ്ടേയിരിക്കും. ദേ കണ്ടന്റ് ദാറ്റ് ഡ്യൂ ടു ദ ഫിനോമിന ഓഫ് ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. അപ്പൊ ഫിഷനും ഫ്യൂഷനും മൂലം ഫാമിലി ഷുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോസസ് ദാറ്റ് ഗോസ് ത്രൂ സൈക്ലിക് ചേഞ്ചസ്. അപ്പൊ ഫാമിലിയുടെ ആ സ്ട്രക്ചർ ഒരു സൈക്ലിക്കൽ ചേഞ്ചസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഡെത്ത് ആൻഡ് പാർട്ടീഷൻ, ഡിപ്ലീറ്റ്. അപ്പൊ മരണവും അതുപോലെ പാർട്ടീഷനും ഫാമിലിനെ ചെറുതാക്കുന്നുണ്ട്. ഫാമിലി സ്ട്രക്ചർ ഫ്രം ജോയിന്റ് ടു ന്യൂക്ലിയർ, അതിന്റെ സ്ട്രക്ചറിനെ ജോയിന്റിൽ നിന്ന് ന്യൂക്ലിയറിലേക്ക് മാറ്റാറുണ്ടെങ്കിലും ബട്ട് മാരേജ് ആൻഡ് ബർത്ത് അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് പഴയ ഫോമിലേക്ക് ആക്കും. അപ്പോൾ ഡെത്ത് മൂലം അല്ലെങ്കിൽ ഡിപ്ലീറ്റ് മൂലം മാറി താമസിക്കുന്നത് മൂലം ഫാമിലിയുടെ സൈസ് ചെറുതാകും, പിന്നെ അവിടെ വീണ്ടും ജനനവും മാരേജും ഒക്കെ നടക്കുമ്പോൾ വീണ്ടും ആ ഫാമിലിയുടെ സൈസ് വലുതായിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ജോയിന്റ് ടു ന്യൂക്ലിയർ ആൻഡ് ദെൻ ന്യൂക്ലിയർ ടു ജോയിന്റ്, ഇത് എപ്പോഴും ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് സൈക്ലിക്കൽ ചേഞ്ചസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. റിലേറ്റീവ്സ് ദാറ്റ് കംപ്രൈസ് എ കമ്പൈൻഡ് ഫാമിലി ആർ ജനറലി മെയിൻറ്റെയിൻഡ് ടുഗെദർ. നെക്സ്റ്റ്, എമർജൻസ് ഓഫ് ന്യൂ ഫോംസ് ഓഫ് ഫാമിലി. ഇനിയിപ്പോൾ പുതിയ ഫോംസ് ഓഫ് ഫാമിലീസ് ഏതൊക്കെയാണ്? ഇപ്പം ആധുനിക കാലഘട്ടത്തിൽ കുറെ ന്യൂ ഫോംസ് ഓഫ് ഫാമിലീസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഫാമിലീസ് ഹാവ് ബീൻ ചേഞ്ചിങ് ആൻഡ് എഫക്റ്റഡ് ബൈ മൾട്ടിപ്പിൾ ഫോഴ്സസ് ആൻഡ് വേരിയബിൾസ് ലൈക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രോയിങ് ഇൻഡിപെൻഡൻസ് ഓഫ് വുമൺ, റൈസ് ഇൻ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ, എക്കണോമിക് ചേഞ്ചസ്, ലീഗൽ റെഗുലേഷൻ, ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാമിലിയിൽ എപ്പോഴും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിന്റെ വേരിയബിൾസ് ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രോയിങ് ഇൻഡിപെൻഡൻസ് ഓഫ് വുമൺ, റൈസ് ഇൻ അപ്പൊ ഗ്രോയിങ് ഇൻഡിപെൻഡൻസ് ഓഫ് വുമൺ. പണ്ട് സ്ത്രീകൾ ജോലി വീട്ടുകാരെ മാത്രം നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, അവര് വർക്കിംഗ് വുമൺസ് ആണ്, ജോലിയുണ്ട്, സമ്പാദ്യമുണ്ട്, അവർക്ക് പൈസ വരുമാനമുണ്ട്. അപ്പൊ അവരുടെ വീക്ഷണഗതിയിലും മാറ്റം വന്ന് അവരെപ്പോഴും വീട്ടിൽ തന്നെ അടഞ്ഞിരുന്നു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയല്ല. റൈസ് ഇൻ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ എഡ്യൂക്കേഷനും ഇതിനെ കുറെ സഹായിച്ചിട്ടുണ്ട്. എക്കണോമിക് ചേഞ്ചസ്, ലീഗൽ റെഗുലേഷൻസ്, അതുപോലെ ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൂടുതൽ ഫെമിനിസ്റ്റ് ക്രിറ്റിക്സിന്റെ അഭിപ്രായത്തിൽ സ്ത്രീകളാണ് ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന വർഗം എന്ന് പറയുന്ന വീട്ടിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്കൊരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ്. അപ്പൊ അതുപോലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസ്, ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ
ഫാമിലിയിൽ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഫോംസ് ഓഫ് ഫാമിലി ഉടലെടുക്കാൻ ഈ കാരണങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട്. സിൻസ് ദ 1970s ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി ഹാസ് ബീൻ ടേക്കിംഗ് പ്ലേസ്. 1970സിലാണ് കൂടുതൽ ഫാമിലിയുടെ സ്ട്രക്ചറിന് ചേഞ്ചസ്, ഈ മോഡേൺ ചേഞ്ചസ് കാണാൻ തുടങ്ങിയത്. There was the emergence of new forms of family like a single parent family. അപ്പോൾ ന്യൂ ഫോം ഓഫ് ഫാമിലിയിൽ ഒന്നാണ് സിംഗിൾ പാരന്റ്, ഒരു പാരന്റ് മാത്രം ആയിട്ട് താമസിക്കുക. സെയിം സെക്സ്, അതായത് സെയിം സെക്സിലുള്ളത്, ഓർ ഫാമിലി ബൈ ചോയ്സ് ആൻഡ് ഹാബിറ്റേഷൻ വിത്തൗട്ട് മാരേജ്. അപ്പോൾ പലതരം ഫാമിലീസ് ഫോം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരേ സെക്സിലുള്ള ആളുകൾ തന്നെ ഒന്നിച്ച് താമസിക്കുക, പുരുഷന്മാർ മാത്രമായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമായിട്ട്, അതല്ലെങ്കിൽ സെയിം സെക്സ് ഓർ ഫാമിലി ബൈ ചോയ്സ് ആൻഡ് കോഹാബിറ്റേഷൻ വിത്തൗട്ട് മാരേജ്, അല്ലെങ്കിൽ വേറെ രണ്ടു കൂട്ടർ തമ്മിൽ ഒന്നിച്ച് താമസിക്കുക, പക്ഷെ മാരേജോ അങ്ങനെയൊന്നുമില്ല, കോഹാബിറ്റേഷൻ, അവർ ഒന്നിച്ച് അങ്ങനെ താമസിച്ചു പോകുന്നത്. ദീസ് ഫോംസ് വെയർ റെഫേർഡ് ആസ് നോൺ ട്രഡീഷണൽ. ഇത് നോൺ ട്രഡീഷണൽ ആണ്. ഫാമിലി ആസ് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് ഇൻ ടു ദ ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് ഫാമിലി ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ബയോളജി ആൻഡ് അലയൻസ്. അപ്പോൾ ബയോളജി അനുസരിച്ച്, അലയൻസ് അനുസരിച്ച്, രക്തബന്ധം അനുസരിച്ച്, അതുപോലെ വൈവാഹിക ബന്ധത്തിലൂടെയുള്ള ഒരു ഫോർമേഷൻ ഓഫ് ഫാമിലി അല്ല ഇത്. അല്ലാതെ തന്നെ ഒന്നിച്ച ആളുകൾ ചേർന്ന് അതൊരു കുടുംബം എന്നുള്ള രീതിയിൽ ധാരണയിൽ ജീവിച്ചു പോരുക. അതാണ് മോഡേൺ കാലഘട്ടത്തിൽ കുറച്ച് പരിവർത്തനം, വേറൊരു തരത്തിലുള്ള പരിവർത്തനം. However, many in academics prefer to use the term new families to refer to form of family that did not exist or were not visible until the later part of 20th century. ഇനി ന്യൂ ഫോം ഓഫ് ഫാമിലീസിന് ഫസ്റ്റ് ടൈപ്പാണ് ഫാമിലി ബൈ ചോയ്സ്. ദ ടേം ഫാമിലീസ് വി ചൂസ് was used by Kurt Weston to describe pure form of kinship different to the biological family. ബയോളജിക്കൽ ഫാമിലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അസാധാരണ രീതിയിലുള്ള ഒരു സെറ്റപ്പ്, അതിനെയാണ് ഫാമിലീസ് വി ചൂസ് എന്ന് പറഞ്ഞുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കണം. ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് ഫാമിലീസ് വി ക്രിയേറ്റ്. അതുപോലെ ഇതിനെ പറയണത് നമ്മൾ സൃഷ്ടിച്ച ഫാമിലീസ് വി ക്രിയേറ്റ്, സജസ്റ്റഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹാവ് എ ചോയ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫാമിലി. അപ്പോൾ ഇൻഡിവിജ്വൽസിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചോയ്സ് ഉണ്ട് അവരുടെ ഫോർമേഷൻ ഓഫ് ഫാമിലിക്ക്. അക്കോർഡിംഗ് ടു വെസ്റ്റേൺ ഇൻ ഗേ ആൻഡ് ലെസ്ബിയൻ കമ്മ്യൂണിറ്റീസ് ഇൻ 1980s, അതായത് ഒരേ സ്വവർഗരതിക്കാർ, അതുപോലെയുള്ള ലെസ്ബിയൻ സ്ത്രീകളും അങ്ങനെയുള്ള ആളുകളൊക്കെ കിൻഷിപ്പ് ബിഗാൻ, അവരുടെ ഇടയിൽ കിൻഷിപ്പ് ബിഗാൻ ടു സീ മോർ ലൈക്ക് ആൻഡ് എഫോർട്ട് ആൻഡ് എ ചോയ്സ് ദാൻ എ പെർമനന്റ് അൺഷേക്കബിൾ ബോണ്ട് ഓർ ബർത്ത് റൈറ്റ്. ഇപ്പൊ കിൻഷിപ്പ് കൂടിയുള്ള കാര്യങ്ങൾ മാത്രമെന്നുള്ള ആ ഒരു അതവരങ്ങ് മാറ്റി വെച്ചിട്ട് it is more like an effort and choice than a permanent unshakable bond on birthright. Western study provides a significant basis to reconceptualize and redefine the concept of family and kinship in view of relationship between gay men and lesbian women. ഇറ്റ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ചേർന്നാൽ മാത്രമല്ല ഫാമിലി രൂപീകരിക്കാൻ പറ്റണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഇവര്. അപ്പൊ ലെസ്ബിയൻ വുമൺ, സ്വവർഗരതിക്കാരാണ് ഇവര്, ലെസ്ബിയൻ, ഗേ മെൻ ആൻഡ് ലെസ്ബിയൻ വുമൺ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരുടെ ആ ഇതിൽ തന്നെ ഉള്ള ഒരു സെയിം സെക്സിലുള്ള ആളുകൾ തന്നെ ചേർന്നും ഫാമിലിക്ക് രൂപം കൊടുക്കുക. അത് നമ്മുടെ ടിപ്പിക്കൽ രീതിയിലുള്ള എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇതും ഒരു തരം ഫാമിലി എന്നുള്ള പേര് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര അർത്ഥപൂർണമല്ല. ഇറ്റ് ക്വസ്റ്റ്യൻസ് ദ ജീനോളജിക്കൽ ബേസിസ് ഓഫ് കിൻഷിപ്പ് ബൈ ബ്രിങ്ങിങ് ഇറ്റ് ടു സ്ക്രൂട്ടിനി ആൻഡ് ഡീനാച്ചുറലൈസിങ് ഇറ്റ്, ഇംപ്ലൈയിങ് ദാറ്റ് കിൻഷിപ്പ് നീഡ് നോട്ട് ബി പോസ്റ്റുലേറ്റഡ് ടേക്കിംഗ് പ്രൊക്രിയേഷൻ ആസ് ദ ബേസ് ഓർ സെന്റർ പീസ്. ദ സ്റ്റഡി റിഫ്ലെക്ട്സ് ഓൺ എ non-protective, non-procreative, non-material and symbolic relation of lesbian women and gay men in the US, which provides a critique of kinship and its underlying assumptions. അപ്പോൾ ഇവരിങ്ങനെ നേരത്തെയുള്ള ധാരണ സ്ത്രീയും പുരുഷനും നിയമപരമായിട്ട് വിവാഹിതരായിട്ട് കുട്ടികൾക്ക് ജനനം കൊടുക്കുക എന്നുള്ളതാണ്. അത് പ്രൊക്രിയേഷൻ ഫാമിലിയുടെ ഒരു മെയിൻ ഫങ്ഷൻ ആണ്. അന്ന് ഇവിടെ ഈ പുതിയ ഫാമിലി ബൈ ചോയ്സിൽ
നോൺ പ്രൊക്രിയേറ്റീവ്, നോൺ മെറ്റീരിയൽ ആൻഡ് സിംബോളിക് റിലേഷൻസ് ആണ് ഇവരുടെ ഇടയിൽ ഉള്ളത്. ദ ഫാമിലി ബൈ ചോയ്സ് ഇസ് ആൻ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദ ഫാക്ട് ദാറ്റ് ബയോളജി ഇസ് നോട്ട് ദ ഓൺലി ഡിഫൈനിങ് ഫീച്ചർ ഓഫ് കിൻഷിപ്പ്. അപ്പൊ ഫാമിലി ബൈ ചോയ്സ് വിവരിക്കുന്നതനുസരിച്ച് ബയോളജി എന്ന് പറയുന്നത് അല്ല, കംപ്ലീറ്റ് ആയിട്ട് അതുമാത്രമല്ല കിൻഷിപ്പിന്റെ ഒരു ഭാഗം. പീപ്പിൾ ക്യാൻ ബി കിൻ വിത്തൗട്ട് ഷെയറിങ് ബ്ലഡ് ആൻഡ് മാരിറ്റൽ റിലേഷൻ. അപ്പൊ ബന്ധങ്ങൾ അല്ലാണ്ടും സ്ഥാപിക്കാന്നുള്ള അഭിപ്രായക്കാരാണ് ഇവര്. ബ്ലഡ് റിലേഷനോ മാരിറ്റൽ റിലേഷനിലൂടെ അല്ലാതെ തന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കാന്നുള്ള അഭിപ്രായക്കാരാണ് ഈ ഫാമിലി ബൈ ചോയ്സുകാര്. ഇനി അടുത്ത ടൈപ്പാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിൽ ജീവിക്കുക, ലിവ് ഇൻ റിലേഷൻഷിപ്പ്. വിവാഹിതരാണ് അല്ലെങ്കിൽ ഒരു ഫാമിലി ആണെന്നൊന്നും പറയുന്നില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് താമസിച്ചു പോകുന്നു എന്നുള്ളത്. ലിവ് ഇൻ റിലേഷൻഷിപ്പ്. Live in relations set a departure from the conjugally established familial units have emerged as preferred form of arrangements among many. Live in relationship, that is cohabitation. Habitation is an arrangement whereby two adults decided to live together on a long-term permanent basis in an emotionally and sexually intimate relationship outside ദ വെറ്റ്ലോക്ക് ഓഫ് മാരേജ്. അപ്പൊ മാരേജ് ചെയ്യാതെ തന്നെ ഒരു സ്ത്രീയും പുരുഷനും അങ്ങനെ ഒന്നിച്ച് താമസിക്കുക, ലൈംഗിക കാര്യങ്ങളിൽ ഇടപെടുക, എമോഷണലി അവർ തമ്മിൽ പരസ്പര വികാരപരമായിട്ടും ഒക്കെ ഒന്നിച്ച് കുറെ നാളത്തേക്ക് താമസിക്കുക. അതാണ് ലീവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത്. ലീവ് ഇൻ റിലേഷൻഷിപ്പ് മേ ബി സെൻറ്റേർഡ് ഇൻ ടു ബോത്ത് ബൈ ഹെട്രോസെക്ഷൽ ആൻഡ് ഹോമോസെക്ഷൽ കപ്പിൾസ്. അപ്പൊ ഇവിടെ ഹെട്രോസെക്ഷൽ ആണല്ലോ നമ്മുടെ അംഗീകരിക്കപ്പെട്ട രീതി, പുരുഷനും സ്ത്രീ എന്നുള്ള. എന്നാൽ ഇവിടെ ഹോമോസെക്ഷൽ കപ്പിൾസും ഇതുപോലെ തന്നെ താമസിക്കുന്നുണ്ട്. ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ സെക്സിൽപ്പെട്ടവരും ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ടവരും ഇതുപോലെ ലീവ് ഇൻ റിലേഷൻ എന്നുള്ള ആ തത്വ സംഹിതയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർ കുറെ കാലത്തേക്ക് ജീവിക്കുക, അത് കഴിഞ്ഞ് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിരിഞ്ഞു പോവുക. There is a preference for living in relation among the younger generation in the urban cities അക്രോസ് ദ ഗ്ലോബ്. അപ്പൊ ലോകത്ത് എവിടെ നോക്കിയാലും അർബൻ സിറ്റീസിലാണ് ഇതുപോലെയുള്ള ജീവിത രീതി കാണുന്നത്. There are a number of reasons that may govern individuals' preference for live-in relations. ഇങ്ങനെ ഈ live in relations തുടങ്ങാനായിട്ട് പല കാരണങ്ങളും ഉണ്ട്. It finds its foundation in the fundamental right of an individual to have the liberty to choose his or her partner. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് ഒരാളുടെ, എനിക്ക് എൻ്റെ പാർട്ട്ണറെ തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണാധികാരം എനിക്ക് തന്നെയാണ് എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് ഇവരിങ്ങനെ താമസിക്കണം. ഫോർ മെനി ഇറ്റ് ഹാസ് എമർജ്ഡ് ആസ് എ ബേസിസ് ടു അസസ് ദ മ്യൂച്വൽ കമ്പാറ്റബിലിറ്റി ഓർ ടു എസ്റ്റാബ്ലിഷ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രയർ ടു എൻ്ററിങ് ഇൻ ടു ലീഗലൈസ്ഡ് വെറ്റ്ലോക്ക്. ഫോർ സം ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എസ്കേപ്പ് ഫ്രം മാരേജ് എക്സ്പെൻസസ്. കുറേ പേര് ഇലീഗൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള വെറ്റ്ലോക്കിൽ ഇതുപോലെയുള്ള റിലേഷൻഷിപ്പിൽ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. ഫോർ സം ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എസ്കേപ്പ് ഫ്രം മാരേജ് എക്സ്പെൻസസ്. ഇപ്പോൾ ഒരു മാരേജ് നടത്തണമെങ്കിൽ ഒരുപാട് ചെലവുകളുണ്ട്. ആ ചെലവുകളിൽ നിന്ന് രക്ഷപ്പെടാനും ചിലവർ അപ്പൊ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ മാരേജിന്റെ ചെലവുകളും അതൊന്നും അവരെ ബാധിക്കണില്ല. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഓൾസോ ദോസ് അൺഎബിൾ ടു എൻ്റർ ഇൻ ടു മാരിറ്റൽ അലയൻസ് മേ എൻ്റർ ഇൻ ലിവ് ഇൻ റിലേഷൻ. അതുപോലെ മാരിറ്റൽ റിലേഷൻസിൽ എൻ്റർ ചെയ്യാനായിട്ട് പ്രാപ്തരല്ലാത്ത ചില കൂട്ടരുണ്ട്. അപ്പൊ അവര്, അതായത് മെമ്പേഴ്സ് ഓഫ് സെയിം സെക്സ്, ഇന്റർ റിലീജിയസ് ഓർ ഇന്റർ റേഷ്യൽ ഗ്രൂപ്പ്. അപ്പൊ അവർക്കൊക്കെ ഒന്നിച്ചു പോകാനായിട്ട് നല്ലത് ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പാണ്. However, live-in relationships are seen by many as immoral and viewed encouraging free sexual behavior. എങ്ങനെയായാലും ഇതൊരു നല്ല രീതിയായിട്ട് ഇമോറൽ ആയിട്ട് ആരും കൺസിഡർ ചെയ്യണില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇമ്മോറൽ. അധാർമികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടി ഇതിനെ കാണാൻ പറ്റുള്ളൂ. ദേ ആർ സീൻ ആസ് ത്രെറ്റ് ടു ദ ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി. അപ്പൊ നമ്മുടെ പരമ്പരാഗത ഇൻസ്റ്റിറ്റ്യൂഷൻ മാരേജിന്റെ അതിന്റെ ആ ധാർമ്മികത്വം ഇതിലില്ലാണ്ട് വരണം. മാരേജ് അല്ലെങ്കിൽ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു നിയമാവശങ്ങളും ഒരു ധാർമ്മിക വശങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്തൊരു രീതിയായിട്ട് മാറിയാണ് ഈ ലിവ് ഇൻ റിലേഷൻസിൽ കൂടിയുള്ള ഫോർമേഷൻ.
Added to this, the children born from this relationship are pointed as to have less secure future. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നവർക്കിടയിൽ കുട്ടികളുണ്ടായാൽ ആ കുട്ടികളുടെ പുരോഗതിയും കുട്ടികൾക്ക് അത്ര സേഫ് അല്ല, അവരുടെ സെക്യൂരിറ്റിനെയും ഇത് ബാധിക്കുന്നുണ്ട്. കുറെ നാൾ കഴിഞ്ഞ് ഇവർ പിരിഞ്ഞാൽ കുട്ടികൾക്ക് ആരും ഇല്ലാത്ത പോലെ ഉള്ള ഒരു അവസ്ഥ. ഇൻ ഷോർട്ട്, ദീസ് റിലേഷൻസ് ആർ വ്യൂഡ് ആസ് ത്രെറ്റ് ടു ദ ലീഗലി വെറ്റഡ് വൈഫ് ആൻഡ് ഹെർ ചിൽഡ്രൻ ആൻഡ് ആർ സീൻ ടു ഗിവ് എൻകറേജ്മെന്റ് ടു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ് ലീവ് ഇൻ റിലേഷൻഷിപ്പ്. നെക്സ്റ്റ്, സറോഗസി ഫാമിലീസ്. The same term surrogacy family is used to refer to a family formed with the help of third party, generally a woman, who rent her womb for the gestation of the child. അത് സറോഗസി ഫാമിലി എന്ന് പറയുന്നത് അതിപ്പോൾ മോഡേൺ ആധുനിക കാലഘട്ടത്തിലുള്ള ഒരു സിസ്റ്റമാണ്. അതായത് ഒരു തേർഡ് പാർട്ടി, അതായത് ജനറലി ഒരു സ്ത്രീയുടെ സഹായത്തോടുകൂടി, അപ്പോൾ ഒരു വധുവരന്മാര്, അപ്പൊ അവർക്ക് സ്ത്രീക്ക് കുട്ടീനെ ഗർഭം ധരിക്കാനുള്ള ഇതില്ല, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒരു തേർഡ് വുമണിനെ റെന്റിനെടുത്ത പോലെ, എന്നിട്ട് അവരിലൂടെ ഗർഭം ധരിച്ച് ആ കുട്ടീനെ വളർത്തുക. അങ്ങനെയാണ് ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്ന ഒരു രീതി. ദ സറോഗേറ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ ലീഗൽ കോൺട്രാക്ട് വിത്ത് എ ഫെർട്ടിലിറ്റി ക്ലിനിക് ദാറ്റ് ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ചൈൽഡ് ഷീ വിൽ ഹാവ് നോ ക്ലെയിം ഓർ റിലേഷൻസ്. അപ്പൊ ഇങ്ങനെ വരുന്ന ആ സ്ത്രീക്ക് കുട്ടീനെ ജനിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ അവർക്ക് കുട്ടിയെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടിയിൽ അവർക്കൊരു അധികാരമില്ല. ആരാണ് ഇവരെ വാടകയ്ക്ക് എടുത്തത് അവർക്കാണ് അധികാരമുള്ളത്. സറോഗസി ഫാമിലി ഫങ്ഷൻസ് ആസ് ട്രഡീഷണൽ ഫാമിലി, ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ദ നോഷൻ ഓഫ് മെറ്റേർണിറ്റി ഇസ് കോംപ്ലിക്കേറ്റഡ്. നോഷൻ ഓഫ് മെറ്റേർണിറ്റി എന്നുള്ള ആ ഒരു ഐഡിയ ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ട്. അല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ഫാമിലി സിസ്റ്റം പോലെ തന്നെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ അവന് മറ്റ് അവകാശങ്ങൾ, ഒരു ശരിയായിട്ടുള്ള ഫാമിലിയിൽ ജനിച്ച അവകാശങ്ങളൊക്കെ ആ കുട്ടിക്ക് കിട്ടും. മദർഹുഡ് ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദ പീരീഡ് ഓഫ് ഗസ്റ്റേഷൻ ബട്ട് ബൈ ദ capacity to rent a womb. The absence of gestational link between mother and child does not affect their physical and emotional relationship. Surrogacy provided an opportunity to individuals who due to medical reasons cannot conceive. അപ്പോൾ ഗർഭം ധരിക്കാൻ ഏതെങ്കിലും കാരണവശാൽ ഗർഭം ധരിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക്, അതുകൂടാതെ സെയിം സെക്സ് പാർട്ട്നേഴ്സ്, അവർക്കൊക്കെ ഒരു കുട്ടീനെ വളർത്തണമെന്ന് താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ് ഈ സറോഗസി മാരേജസ്. Next, we are going to enter Unit 8, that Reimagining Families. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി, ക്ലാസിക്കൽ സോഷ്യോളജിയിൽ ഫാമിലിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇതൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നത്. ദർ ഇസ് നോട്ട് വൺ ക്ലിയർ സിംഗിൾ ഡെഫിനേഷൻ ഓഫ് ഫാമിലി. ഫാമിലിക്ക് ഒത്തിരി ഡെഫിനേഷൻസ് ഉണ്ട്, പല രീതിയിൽ ഫാമിലിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ അതുപോലെ ഫാമിലിയിൽ തന്നെ ഇംഗ്ലീഷ് വേർഡിൽ പല വാക്കുകൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കുടുംബം, ഗ്രഹം, കുല, വംശ, പരിവാർ, ഇങ്ങനെ പല ഭാഷയിൽ പല രീതികളിൽ ഫാമിലിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഫാമിലീസ് വ്യൂഡ് ആസ് എ കൾച്ചറൽ ഐഡിയൽ ആൻഡ് ഫോക്കസ് ഓഫ് ഐഡന്റിറ്റി, അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇനി നല്ല ഡെഫിനിഷൻസ് കുറെ ഉണ്ട്, എന്നാലും സോഷ്യോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന്. ഇനി ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് definition നോക്കാം. There are several concepts that are often considered synonymous of family, but in sociology a clear-cut distinction is made between them. അപ്പോൾ ഒത്തിരി കൺസെപ്റ്റ്സ് ഉണ്ട്, പര്യായ പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഫാമിലിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ സോഷ്യോളജിസ്റ്റ് എങ്ങനെയാണ് ഫാമിലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. The definition depends on the perspective taken at the purpose of defining family. In this section, let us examine the core concepts and definition relevant for understanding family. ഫാമിലിനെ മനസ്സിലാക്കാൻ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഏതാണ്, അതിന്റെ സെന്റർ ഏതാണെന്ന് നമുക്കിവിടെ നോക്കാം. അപ്പൊ അതിലൊന്നുള്ള ഹൗസ് ഹോൾഡ്, ഇതൊക്കെ കഴിഞ്ഞ ഇതിൽ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കിയാൽ മതി. വീടുകൾ,
കുടുംബവും വീടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൗസ് ഹോൾഡ് വീട്ടുകാരി അങ്ങനെയുള്ള. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് അത് നമ്മൾ പഴയ ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ പഠിക്കുക. പിന്നെ ഡൊമസ്റ്റിക് ഗ്രൂപ്പ് ആണെന്ന് പറയും. ഡൊമസ്റ്റിക് ഗ്രൂപ്പ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് ടുഗദർ ആൻഡ് ഷെയറിങ് ആക്ടിവിറ്റീസ് ഓഫ് ഡൊമസ്റ്റിക് ലൈഫ്. ഇതൊക്കെ പല പല കൺസെപ്റ്റ്സ് ആണ് ഫാമിലിനെ കുറിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡൊമസ്റ്റിക് ഗ്രൂപ്പ് ആൻഡ് ഫാമിലി, ദാറ്റ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിമ്പിൾ. യു സ്റ്റഡി ഇറ്റ് യുവർ സെൽഫ്. Then sociological perspective നോക്കുക. Sociologists look at the social institution of the family through many lenses. സോഷ്യോളജി പല ലെൻസിൽ കൂടിയാണ് ഫാമിലിനെ നോക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഫോർ ഡൊമിനന്റ് തിയററ്റിക്കൽ പ്രിമൈസസ്. നാല് തിയററ്റിക്കൽ പ്രിമൈസസ് ഉണ്ട്. അതിൽ ആ നാലെണ്ണം. ഒന്ന് ഫസ്റ്റ് വൺ ഫങ്ഷണലിസം, സെക്കൻഡ് കോൺഫ്ലിക്റ്റ് തിയറി, തേർഡ് സിംബോളിക് ഇന്ററാക്ഷൻ ആൻഡ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഈ 4 കാര്യങ്ങളിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ദേ വാരി പെർസ്പെക്റ്റീവ്സ് പ്രൊവൈഡ്സ് വാരിയിങ് അപ്രോച്ചസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഫാമിലി ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഫാമിലി ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൽ ഫസ്റ്റ് കാഴ്ചപ്പാടാണ് സോഷ്യോളജിസ്റ്റിൻ്റെത്. ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്. The functionalist perspectives demonstrate family as a vital institution. ഒരു പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഫങ്ഷണലിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ ഫാമിലി. അക്കോർഡിംഗ് ടു ഇറ്റ്, ഫാമിലി ഹാസ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഫോർ ദ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽസ്. They have analyzed family in terms of the functions it performs and mostly highlighted the positive functions. അതുപോലെ ഫങ്ഷൻസ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഫാമിലി പെർഫോം ചെയ്യണത് അത് എടുത്തു കാട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വലിയ ഹോളാണ് സൊസൈറ്റി. സൊസൈറ്റിയിലെ ഒരു മെയിൻ പാർട്ടാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഹോൾ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ പാർട്ട് ആൻഡ് പാർട്ട് ഈസ് ഓൾസോ ഡിപ്പെൻഡന്റ് ഓൺ ദ ഹോൾ. ആ ഒരു അഭിപ്രായക്കാരാണ് ഫങ്ഷണലിസ്റ്റ്. സൊസൈറ്റി ഈസ് റിഗാർഡഡ് ആസ് എ സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് പാർട്സ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. സോഷ്യോളജിസ്റ്റ് ലൈക്ക് ജോർജ് മർഡോക്ക് ആൻഡ് ടാൽക്കട്ട് പേഴ്സൺ അഡ്വക്കേറ്റഡ് എ ഫങ്ഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫാമിലി. ഫങ്ഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫാമിലിയിൽ കൂടുതൽ സംഭാവന കൊടുത്തിട്ടുള്ള ആളുകളാണ് ടാൽക്കട്ട് പേഴ്സൺ, അതുപോലെ ജോർജ് മർഡോക്ക് എന്നുള്ളവർ. ഇനി അതിന്റെ ഇവിടെ ഷോർട്ട് ആയിട്ട് അതിന്റെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ ഫങ്ഷൻസ് പെർഫ്യൂംഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി ആസ് ഹൈലൈറ്റഡ് ബൈ ഫങ്ഷണലിസ്റ്റ് തിയറീസ്. ഫങ്ഷണലിസ്റ്റ് തിയറീസിന്റെ അഭിപ്രായത്തിൽ ഫാമിലി പെർഫ്യൂം ചെയ്യണ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ബയോളജിക്കലി family provides a legitimate platform for two adult members to sexually cohabit together as a couple and enhance social continuity. Social continuity-നെ സ്ഥിരത കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് അഡൾട്ട് മെമ്പേഴ്സ്, അതായത് ലെജിറ്റിമേറ്റ് പ്ലാറ്റ്ഫോമിൽ കൂടി സെക്ഷലി കോഹാബിറ്റ് ടുഗെദർ, അവർ ഒന്നിച്ച് ഇണചേരുക. അത് അവർക്ക് നിയമപരമായിട്ടുള്ള അധികാരം കിട്ടിയിട്ട്, അതായത് അങ്ങനെ ഒന്നിച്ച് താമസിക്കാനുള്ള അധികാരം കിട്ടിയത് കൊണ്ട് അവരങ്ങനെ ഇണചേർന്ന് സൊസൈറ്റിയുടെ പുരോഗതി, കണ്ടിന്യൂറ്റി ഉറപ്പാക്കുക. അതാണ് ബയോളജിക്കലി ഫാമിലി പ്രൊവൈഡ്സ് എ ലെജിറ്റിമേറ്റ് പ്ലാറ്റ്ഫോം. സെക്കൻഡ്, ഫാമിലി provides shelter and fulfills basic metabolic needs of meeting food intake. Third one, family acts as an economic unit in which members take part in productive activity. Members may do similar or different jobs. Next, fourth one, household works are divided on the basis of division of labor based on age, gender and position of a person in a family and even personal competence. അപ്പോൾ ഇതെല്ലാം important functions of a family ആണ് according to the ഫങ്ഷണലിസ്റ്റ്. അടുത്തത് കോൺഫ്ലിക്റ്റ് തിയറി. കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക, വഴക്കുണ്ടാകുക എന്നൊക്കെ പറഞ്ഞത് എപ്പോഴും നമ്മൾ മാർക്സിയൻ തിയറിയിലേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാകുക. എവിടെയും ക്ലാസ് ഉണ്ടാകുക, ഇൻഈക്വാലിറ്റീസ്, 2 types ഓഫ് ക്ലാസ്, ഒന്ന് മുന്തിയത് ഒന്ന് താഴ്ന്നത്, അല്ലെങ്കിൽ അൺഈക്വൽ ഇൻഈക്വാലിറ്റി എവിടെയുണ്ട് അവിടെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് തിയറി പോസിറ്റീവ് ദാറ്റ് സൊസൈറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ് വിത്ത് അൺഈക്വൽ പവർ ആൻഡ് കോമ്പറ്റിംഗ് ഇൻട്രസ്റ്റ് കമ്പീറ്റ് ഫോർ സ്കേഴ്സ് റിസോഴ്സസ് കുറയും, ഒരാൾക്ക് കൂടുതൽ കുറവ് കിട്ടുക. അങ്ങനെ ഫാമിലിയുടെ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ സംഗതികൾ ഭാഗം വെക്കുമ്പോൾ കുഴപ്പമുണ്ടാകുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ശരിക്കും ഉണ്ടാവാറുണ്ട്. ദിസ് പെർസ്പെക്റ്റീവ് സജസ്റ്റഡ് ദാറ്റ് ദ ഫാമിലി സ്ട്രക്ചർ കോൺട്രിബ്യൂട്ട്സ് ടു സോഷ്യൽ ഇൻഇക്വാലിറ്റി ബിക്കോസ് ഇറ്റ് സപ്പോർട്ട് എക്കണോമിക് ആൻഡ് ജെൻഡേർഡ് ഇൻഇക്വാലിറ്റി ബൈ റീഇൻഫോഴ്സിംഗ് പാട്രിയാർക്കൽ വാല്യൂസ്. For example, intergenerational transmission of wealth within families create and maintains inequality.
ഇപ്പോൾ സ്വത്ത് കൊടുക്കുമ്പോൾ പാട്രിയാർക്കൽ ഫാമിലിയിൽ സ്വത്ത് വിഭജിക്കുമ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. അപ്പം അതേ ചൊല്ലി വഴക്കുണ്ടാകുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ്. അടുത്തത് സോഷ്യൽ ഇൻറ്ററാക്ഷൻ. Social interactionism is a social theory that focuses on the analysis of patterns of communication, interpretation, and adjustment between individuals in relation to the meaning of symbols. This perspective emphasizes that families reinforce and rejuvenate bonds through symbolic mechanism, rituals such as family meals and holidays. ഇതൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതുപോലെ ഒന്നിച്ച് കാര്യങ്ങളിൽ ഏർപ്പെടുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സോഷ്യൽ ഇൻറ്ററാക്ഷൻ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫാമിലി. ദേ ഓൾസോ എക്സ്പ്ലോർ ദ ചേഞ്ചിങ് മീനിങ് അറ്റാച്ച്ഡ് ടു ഫാമിലി. ദിസ് തിയറി ആർഗ്യൂസ് ദാറ്റ് ഷെയർഡ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ടു ബിൽഡ് എമോഷണൽ ബോണ്ട്സ്. അപ്പം ഇങ്ങനെയുള്ള ഷെയർഡ് ആക്ടിവിറ്റീസ്, ഒന്നിച്ച് എവിടെയെങ്കിലും ടൂർ പോവുക, ഒന്നിച്ച് ഓരോ കാര്യങ്ങൾ ആഘോഷിക്കുക, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ദേ ഓൾസോ എക്സ്പ്ലോർ ദ changing meaning attached to of family. This theory argues that shared activities help to build emotional bonds among family members. Family members തമ്മിലുള്ള വൈകാരികത അടുപ്പം, ആ വികാരപരമായിട്ട് അവർ കൂടുതൽ അടുക്കും. ആൻഡ് ദാറ്റ് മാരേജ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ് ആർ ബേസ്ഡ് ഓൺ നെഗോഷിയേറ്റഡ് മീനിങ്. അങ്ങനെ മാരേജും ഫാമിലി എന്നൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ അർത്ഥം കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഇൻ ക്ലാസിക്കൽ തിയറീസ്. ദർ ആർ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഇൻ ക്ലാസിക്കൽ തിയറീസ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫാമിലി ബൈ അഡോപ്ഷൻ. ഇനി ചില ഫാമിലീസ് ഉണ്ട്, ഫാമിലീസ് ബൈ അഡോപ്ഷൻ. അഡോപ്ഷൻ ക്രിയേറ്റ്സ് എ ഫാമിലിയർ റിലേഷൻഷിപ്പ് ഓഫ് പാരന്റ് ആൻഡ് ചൈൽഡ് ബിറ്റ്വീൻ പീപ്പിൾ ഹു ആർ നോട്ട് നാച്ചുറലി റിലേറ്റഡ്. ഇപ്പം മക്കളില്ലാതെ വന്നാലും ഒരു കുട്ടിയെ ദത്തെടുക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഈ അഡോപ്ഷൻ ക്രിയേറ്റ്സ്, അങ്ങനെ അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡോപ്ഷൻ ക്രിയേറ്റ്സ് എ ഫെമിലിയർ റിലേഷൻ ഓഫ് പാരന്റ് ആൻഡ് ചൈൽഡ് ബിറ്റ്വീൻ പീപ്പിൾ ഹു ആർ നോട്ട് നാച്ചുറലി റിലേറ്റഡ്. അപ്പൊ ശരിക്കും നാച്ചുറലി റിലേറ്റഡ് ഉള്ള ഈ മാതാപിതാക്കളും ആ കുട്ടിയും തമ്മിലുള്ള റിലേഷൻ പുറത്തുള്ള ഒരാളാണ്, എന്നാലും അവര് ഒരു ഫെമിലിയർ റിലേഷൻഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. ഇൻ ഷോർട്ട്, ഇറ്റ് ഡ്രോസ് അറ്റൻഷൻ ടു കണക്ട്നെസ് ത്രൂ ലോ. അപ്പൊ നിയമപരമായിട്ടും ഇതുപോലെ അഡോപ്ഷന് നിയമപരമായിട്ടുള്ള സാധ്യതയുണ്ട്. ഹിസ്റ്റോറിക്കലി അഡോപ്ഷൻ ഹാസ് ബീൻ പ്രാക്ടീസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സൊസൈറ്റീസ്. മിക്കവാറും എല്ലാ സൊസൈറ്റിയിലും പ്രാക്ടീസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അഡോപ്ഷൻ എന്നുള്ളത്. ദിസ് ഷോസ് centrality of the idea of attaining parenthood among all human beings. However, the purpose of adoption in traditional context has varied considerably from those emphasized today. In ancient times, childless couples have resorted to adoption to ensure continuity of the male line for political, religious or economic reasons. പഴയ കാലങ്ങളിൽ ഇപ്പോഴാണെങ്കിലും consequently the adoption of male persons was predominantly then. The aspect of welfare and well-being of the child was not significant. Contrarily, the modern laws pertaining to adoption are fundamentally concerned with the welfare of the child. അപ്പോൾ പണ്ട് കാലത്ത് അഡോപ്ഷനിൽ പാരൻസിന് അവരുടെ പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്യാനൊരു ആളെ കിട്ടുക അങ്ങനെ ആകാറുണ്ട്. പക്ഷെ അത്ര നിയമപരമായിട്ട് സാധ്യത ഉണ്ടോ ഇല്ലയെന്ന് അത്ര തീർച്ചയില്ല. എന്നാലും ഇപ്പോൾ അങ്ങനെയല്ല. മോഡേൺ ലോസിൽ അഡോപ്റ്റ് ചെയ്ത കുട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം അവരുടെ സ്വത്തിൽ കിട്ടും. ദിസ് ഐഡിയ ഗാതേർഡ് post World War I period in Europe and United States, as a large number of children had been orphaned and there was a tremendous increase in illegitimate birth. Later, the idea was to gain legitimacy from scholarly studies in discipline like psychology and sociology, which emphasize the positive implication of the stable family life on the development of the child. The second one is step families. Redefining the family. അത് ഒന്നാണ് സ്റ്റെപ്പ് ഫാമിലീസ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ഫാമിലീസ് ആർ നോട്ട് ന്യൂ ആൻഡ് ഹാവ് ബീൻ കോമൺ ത്രൂ ഔട്ട് ഹിസ്റ്ററി ബട്ട് ആബ്സെന്റ് ഇൻ സോഷ്യോളജിക്കൽ ആൻഡ് ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ് പ്രയർ ടു 1970s. 1970s മുമ്പുള്ള ആന്ത്രപ്പോളജിസ്റ്റിന്റെ സോഷ്യോളജിക്കൽ സ്റ്റഡീസിലൊന്നും ഈ സ്റ്റെപ്പ് കാര്യം വന്നിട്ടില്ല. എന്നാൽ സ്റ്റെപ്പ് ഫാമിലീസ് ആർ നോട്ട് ന്യൂ.
പക്ഷെ അതിനുശേഷം ഇത് എപ്പോഴും നിലവിലുള്ള ഒരു പഠന ക്ഷേത്രമാണ്. നൗ ദർ ഹാസ് ബീൻ ലോട്ട് സ്റ്റഡീസ് ഓഫ് ഫാമിലി സ്റ്റെപ്പ് ഫാമിലീസ് ഓൺ ടു ഗ്രൗണ്ട്സ്. ഫസ്റ്റ് ഡ്യൂ ടു ഇൻക്രീസ് കേസ് ഓഫ് റീമാരേജ് ഇൻ മെനി വെസ്റ്റേൺ കൺട്രീസ്. അപ്പൊ സ്റ്റെപ്പ് പാരൻസ് ഉണ്ടാവുക, അതുപോലെ ഒരു പാരന്റിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വേറെ വിവാഹം ചെയ്യുക, അങ്ങനെ സ്റ്റെപ്പ് ഫാമിലി ഫോം ചെയ്യുക. അതുപോലെ ചിലപ്പോൾ കുട്ടികളുള്ളവരെ തന്നെ രണ്ടാമത് വേറെ വിവാഹം കഴിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. The step families are different from nuclear biological families on several accounts. The problem in step families are the result of entry of two members into a family on remarriage of either father or mother. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് ഫാമിലീസ് ഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ the members of the family also face problems of sharing living space, developing relationship, negotiating relations with previous spouse, as well as emotional and mental issues. അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലം. ചിലപ്പോൾ സ്റ്റെപ്പ് മദർ കുട്ടികൾ അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫാദർ കുട്ടികൾ അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ആദ്യത്തെ കുട്ടി രണ്ടാമതിലുള്ള കുട്ടികളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുക. അങ്ങനെ there are a lot of create problems in that type of families. In the critique of the classical theory, the definition of family in sociology, അവിടെ കുറെ ക്രിട്ടിക്കൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ കൾച്ചറൽ തിയറിയാണ്, ബിയണ്ട് ബ്ലഡ് ആൻഡ് മാരേജ് ടൈസ്. അപ്പൊ കൾച്ചറൽ തിയറി, ഈ ക്രിട്ടിക്സ് തിയറിയിൽ ഫസ്റ്റ് വൺ കൾച്ചറൽ തിയറിയാണ്. കൾച്ചറൽ തിയറിസ്റ്റ് മേഡ് ദ ക്ലെയിം ദാറ്റ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ദ ഫാമിലി വെർ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ലാർജ്ലി അൺഎക്സാമിൻഡ് Western cultural assumptions about biology and its relationship to kinship. They were of opinion that sociology studying family had only two engagements. അവരുടെ ഈ കൾച്ചറൽ തിയറിസ്റ്റിന്റെ അഭിപ്രായത്തിൽ they were of opinion that sociology studying family had only two engagements. സോഷ്യോളജി ഫാമിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ്ലി ടു കമ്പയർ ആൻഡ് ഡിഫറൻഷിയേറ്റ് ഫാമിലി ഫ്രം ഹൗസ് ആൻഡ് സെക്കൻഡ്ലി ടു examine the changes takes place due to impact of industrialization. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഹൗസ് ഹോൾഡ് ഫോർമേഷനും ഇൻഡസ്ട്രിയലൈസേഷൻ മൂലം, വ്യവസായവൽക്കരണം മൂലം ഫാമിലിയിൽ ഉണ്ടായ ചേഞ്ചസ്, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഇവര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം സോഷ്യോളജിസ്റ്റ്. ആൻഡ് സീൻ ഇൻ ദ ഏർലിയർ സെക്ഷൻ, ഫാമിലി വാസ് ഡിഫൈൻഡ് ആസ് എ ഫങ്ഷണൽ യൂണിറ്റ് വേർ ദ ടാസ്ക് ഓഫ് റീപ്രൊഡക്ഷൻ, എമോഷണൽ ടൈസ് ആൻഡ് അതർ ഡൊമസ്റ്റിക് വർക്ക് വാസ് ഡൺ. അപ്പൊ അവിടെ ഇത്തരം കാര്യങ്ങൾക്കാണ് എവല്യൂഷണറി തിയറിയിൽ ഫാമിലിക്ക് സ്ഥാനം കൊടുത്തിരുന്നത്. ഹവർ പോസ്റ്റ് 1980 ചേഞ്ചസ് വെർ വിസിബിൾ ഇൻ തിയറീസ് ഓഫ് ഫാമിലി. അപ്പൊ 1980ക്ക് ശേഷം ഉള്ള കാഴ്ചപ്പാടിലുണ്ടായ തിയറികളിൽ ഇതിലൊക്കെ വ്യത്യാസം വന്നു. എസ്പെഷ്യലി ഇൻ കിൻഷിപ്പ് സ്റ്റഡീസ് വേർ ദ ട്രഡീഷണൽ embedded assumptions about the universality of the family and its sociological purpose were debated and ultimately discarded. Family began to visualize in terms of its fluid nature that reflected divide between kinship as a given biological fact and kinship as social constructed and procedure. Family began to be reimagined by beyond the idea of nuclear family and biological ties. അപ്പൊ അങ്ങനെ ആ റീഇമാജിൻ ചെയ്തപ്പോൾ മീനിങ് ഓഫ് ദ ഫാമിലി ആർ റീഇമാജിൻഡ് ഇൻ 2 ലെവൽസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ചിൽഡ്രൻ ആർ നോ ലോങ്ങർ ടേക്കൺ ആസ് നെസസറി പ്രീ കണ്ടീഷൻ. ചിൽഡ്രൻ ഉണ്ടാകണമെന്നുള്ളത് ഒരു നെസസറി പ്രീ കണ്ടീഷൻ അല്ല. ആൻഡ് ഫാമിലി റിലേഷൻസ് ആർ എക്സ്റ്റെൻഡഡ് ടു ഇൻക്ലൂഡ് ഫ്രണ്ട്സ്. ഫാമിലി റിലേഷൻസ് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മ മക്കൾ മാത്രമല്ല, ഫ്രണ്ട്സിനെയും കൂടി അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഒരു ചിന്താഗതി വന്നു. Such an understanding of family broadened the discourse of family, whose meanings were seen as continuously negotiated in everyday situations. Second form ആണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, പവർ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷിതരാകുന്നത് സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഒന്നുപോലെ ആകേണ്ട കാര്യമില്ല. അവര് പുറത്ത് ജോലി ഉണ്ടെങ്കിലും അകത്തെ ജോലി അവർക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് ആ ചെയ്യുന്ന കാര്യത്തിന് അവർക്ക് പൈസ കൂലി കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. മെയിൻ സ്ട്രീം സ്റ്റഡീസ് ഹാവ് ഡിസ്ക്രൈബ്ഡ്
The family as an indispensable social institution based on cooperation, harmony, common interest, and equality. To a large extent, they have also taken man within the family as the basic unit of their study and have neglected the woman's experience. അപ്പോൾ എപ്പോഴും ഈ ഫാമിലിയെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും പുരുഷ ഗണത്തിനാണ് മുൻഗണന കൊടുക്കണം. സ്ത്രീയുടെ വർക്കും എക്സ്പീരിയൻസും എല്ലാം തടയപ്പെടുന്നുണ്ട്. ഫെമിനിസം ചലഞ്ചഡ് ദ വിഷൻ ഓഫ് ദ ഫാമിലി ആസ് എ കോപ്പറേറ്റീവ് ഹാർമോണിയസ് ആൻഡ് ഇഗാലിറ്റേറിയൻ റിലം. ഇതെല്ലാം ഒരു കോപ്പറേറ്റീവ് ഹാർമോണിയസ് അല്ലെങ്കിൽ ഈക്വലായിട്ട് അധികാരങ്ങളുള്ള ഒരു ഭാഗമാണെന്ന് ഒരിക്കലും ഫെമിനിസ്റ്റ് സമ്മതിക്കുന്നില്ല. They have sought to show that rather than being mutually beneficial institution maintained on equal contribution of all members, the family functions largely with the exploitation of the വുമൺസ് ലേബറിൻ്റെ അവരുടെ തൊഴിലിനെയാണ് ഈ ഫാമിലി സെറ്റപ്പ് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നാണ് ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായം. ന്യൂ ഫാമിലീസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു കുറേ. അപ്പോൾ അവിടെ ഈ ലീവ് ഇൻ റിലേഷൻഷിപ്പ് അതുപോലെ അവിടെയും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ലീവ് ഇൻ റിലേഷൻഷിപ്പ് ഡിപ്പാർച്ചർ ഫ്രം ദ കൊഞ്ചുഗലി എസ്റ്റാബ്ലിഷ്ഡ്, അത് നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. അത് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. അതും ഇവിടെ ഇതിൻ്റെ ഈ പുതിയ ഫോം ഓഫ് ഫാമിലിയുടെ അകത്ത്. കൾച്ചറൽ തിയറിസ്റ്റിന്റെ അഭിപ്രായം ഒന്നും കൂടി നോക്കുക. കൾച്ചറൽ തിയറിസ്റ്റ് വെയർ ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ട്രഡീഷണൽ തിയറീസ് ഓഫ് ഫാമിലി ഫോക്കസ്ഡ് ഓൺ ടു തിങ്സ്, അതായത് ഹൗസ് ഹോൾഡ് to compare and differentiate family from household, and secondly to examine the changes taking place due to impact of industrialization. Cultural theorists expanded on this, and for them the meaning of the family reimagined beyond biology and marriage. ബയോളജി മാരേജും അല്ലാണ്ട് ഫാമിലി ചെയ്യാവുന്ന ഫാമിലി ഉണ്ടാക്കാന്നുള്ള അഭിപ്രായക്കാരാണ് കൾച്ചറൽ തിയറിസ്റ്റ്.